ദിശ പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേരള വാട്ടർ അതോറിറ്റി LD ടൈപ്പിസ്റ്റ് സ്പെഷ്യൽ ടോപ്പിക് മൊഡ്യൂൾ 3 പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലെ C++ ആണ്. C++ൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും കണക്റ്റഡ് ഫാക്ട്സുമാണ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. C++ ലാംഗ്വേജ് വാസ് ഡെവലപ്ഡ് ബൈ ഓപ്ഷൻ എ ജെയിംസ് ഗോസ്ലിംഗ്, ഓപ്ഷൻ ബി ഡെന്നിസ് എം റിച്ചി, ഓപ്ഷൻ സി റിസ്ക് മഷിറ്റി, ഓപ്ഷൻ ഡി ജാർണി സ്റ്റോസ്ട്രോപ്പ്. ആൻസർ ജാർണി സ്റ്റോസ്ട്രോപ്പ്, ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റ് ഓപ്ഷൻസ് നോക്കാം. ജെയിംസ് ഗോസ്ലിംഗ് ആരാണ്? ജെയിംസ് ഗോസ്ലിംഗ് ഫാദർ ഓഫ് ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഫാദർ ഓഫ് ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ജെയിംസ് ഗോസ്ലിംഗ്. ഡെന്നിസ് എം റിച്ചി എല്ലാവർക്കും അറിയുന്നതാണ്, ഫാദർ ഓഫ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഫാദർ ഓഫ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. റിക് മഷിറ്റി ആരാണ്? C++ന് ആ പേര് നൽകിയത്, C++ന് ആ പേര് നൽകിയത് റിക് മഷിറ്റിയാണ്. അപ്പോൾ C++ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത് ജാർണി സ്റ്റോസ്ട്രോപ്പ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, C++ ലാംഗ്വേജ് ഈസ് എ സക്സസർ ടു വിച്ച് ലാംഗ്വേജ്? ഓപ്ഷൻ എ ബേസിക്, ഓപ്ഷൻ ബി സി, ഓപ്ഷൻ സി ജാവ, ഓപ്ഷൻ ഡി VB. ആൻസർ ഓപ്ഷൻ ബി സി. അപ്പോൾ നമുക്കറിയാം C++ എന്ന് പറയുന്നത് എന്താണ്, സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് C++. അപ്പോൾ എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നും എന്താണ് പോപ്പുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഏതൊക്കെയാണെന്നും എങ്ങനെയാണ് C++ പ്രോഗ്രാം നമ്മുടെ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ആപ്പിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ആ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തുക. ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ, C++ ലാംഗ്വേജ് ഈസ് എ സക്സസർ ടു വിച്ച് ലാംഗ്വേജ്? സി ലാംഗ്വേജ് ആണ്. C++ ഡെവലപ്പ് ചെയ്തത് എന്താണ്, സി ലാംഗ്വേജിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ C++നെ നമ്മൾ സി വിത്ത് ക്ലാസസ് എന്നും അറിയപ്പെടുന്നു. C++ൻ്റെ മറ്റൊരു പേരാണ് സി വിത്ത് ക്ലാസസ്. സിയുടെ പ്രോഗ്രാമിംഗ് സ്ട്രക്ചറും C++ൻ്റെ പ്രോഗ്രാമിംഗ് സ്ട്രക്ചറും ഒക്കെ ഏകദേശം ഒരേപോലെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് C++? ഓപ്ഷൻ എ C++ ഈസ് ആൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓപ്ഷൻ ബി C++ ഈസ് എ പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓപ്ഷൻ സി C++ supports both procedural and object-oriented programming language. Option D, C++ is a functional programming language. Answer option C, C++ supports both procedural and object-oriented programming language. Okay, അപ്പോൾ നമ്മൾ എന്തിനാണ് C++ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്? ഒന്നാമത്തത് സിസ്റ്റം പ്രോഗ്രാമിംഗ്. സിസ്റ്റം പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ C++ ലാംഗ്വേജ് ഉപയോഗിക്കും. സിസ്റ്റം പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഗെയിം എൻജിൻസ് മുതലായി മൈക്രോസോഫ്റ്റിൻ്റെ ഒരുവിധ എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് ഡെവലപ്പ് ചെയ്തത് C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ഇനി രണ്ടാമത്തത് എംബഡഡ് പ്രോഗ്രാമിംഗ്. എംബഡഡ് പ്രോഗ്രാം. എംബഡഡ് പ്രോഗ്രാമിങ്ങിന് വേണ്ടി നമ്മൾ C++ ഉപയോഗിക്കും. എംബഡഡ് പ്രോഗ്രാം എന്ന് വെച്ചാൽ മൈക്രോ പ്രോസസ്സർ അടങ്ങിയ ഡിവൈസസ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രോഗ്രാം ചെയ്യുന്നതിനാണ് നമ്മൾ എംബഡഡ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് C++ ലാംഗ്വേജ് ഉപയോഗിക്കും. പിന്നെ ആപ്ലിക്കേഷൻ പ്രോഗ്രാം. ആപ്ലിക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുമ്പം നമ്മുടെ വേർഡ്, എക്സൽ, പവർ പോയിൻ്റ്, അതുപോലെ അഡോബിൻ്റെ ആപ്ലിക്കേഷൻസ്, ഇതെല്ലാം C++ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഡേറ്റാബേസ് ആപ്ലിക്കേഷൻസ്, ഗെയിംസ്, ഇതിനൊക്കെ നമ്മൾ C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? C++ സപ്പോർട്ട്സ് ബോത്ത് പ്രൊസീജിയറൽ ആൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയും.
നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു C++ എന്ന് പറയുന്നത് എന്താണ്, സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം സി എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രൊസീജിയറൽ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. സി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പ്രൊസീജിയറൽ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. എന്താണ് പ്രൊസീജിയറൽ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ? ക്ലാസസും ഒബ്ജക്ട്സും സപ്പോർട്ട് ചെയ്യാത്ത ലാംഗ്വേജ് ആണ് പ്രൊസീജിയറൽ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ക്ലാസസും ഒബ്ജക്ട്സും സപ്പോർട്ട് ചെയ്യാത്ത പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതായത് അതിൻ്റെ പ്രൈമറി ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊസീജിയേഴ്സ് ആണ്. പ്രൊസീജിയേഴ്സ് മീൻസ് ഫങ്ഷൻസ്. അപ്പോൾ അതിൻ്റെ പ്രൈമറി ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊസീജിയർ ആണ്, പ്രൊസീജിയർ. എന്നാൽ C++ ലാംഗ്വേജ് ആണെങ്കിൽ, അല്ലെങ്കിൽ അല്ല ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിൽ അതിൻ്റെ പ്രൈമറി ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റും അതിനെ എങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഊപ്പ് കൺസെപ്റ്റിനകത്ത് വരുന്നത്. ഓക്കെ, അതായത് നമ്മൾ അബ്സ്ട്രാക്ഷൻ ആണെങ്കിലും എൻക്യാപ്സുലേഷൻ ആണെങ്കിലും ഇൻഹെറിറ്റൻസ് അതുപോലുള്ള ഊപ്പ് കൺസെപ്റ്റ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് C++. അപ്പോൾ സിയുടെ ഒരു എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ C++നെ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നും പറയുന്നു. ഓക്കെ, ഹൗ മെനി ടൈപ്സ് ഓഫ് കമൻറ്റ്സ് ഇൻ C++? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. എത്ര ടൈപ്പ് കമൻറ്റ്സ് ആണ് C++ലുള്ളത്? ഓപ്ഷൻ ബി 2. അപ്പോൾ എന്താണ് കമൻറ്റ്സ്? കമൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റോ ബ്ലോക്കോ സ്റ്റേറ്റ്മെൻറ്റ്സോ എഴുതുന്ന സമയത്ത് അത് എന്തിനുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്നതാണ്. എന്താണ്, പ്രോഗ്രാമിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, കമൻറ്റ്സ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കമ്പൈലേഷൻ ടൈമിൽ എന്ത് ചെയ്യത്തില്ല, കമ്പൈലർ ഈ പറയുന്ന കമൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിനെ എന്ത് ചെയ്യാണ്, ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 2 ടൈപ്പ് കമൻറ്റ്സ് ആണ് C++നകത്തുള്ളത്. ഒന്ന് സിംഗിൾ ലൈൻ കമൻറ്റ്, 2 മൾട്ടി ലൈൻ കമൻറ്റ്. കമൻറ്റ്സ് എത്ര തരമാണ്? 2 തരം. ഒന്ന് സിംഗിൾ ലൈൻ കമൻറ്റ്, 2 മൾട്ടി ലൈൻ കമൻറ്റ്. അപ്പോൾ സിംഗിൾ ലൈൻ കമൻറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് 2 ഫോർവേഡ് സ്ലാഷ് ഇട്ടിട്ടാണ് സിംഗിൾ ലൈൻ കമൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. മൾട്ടി ലൈൻ ആണെങ്കിൽ ഇങ്ങനെ ഒരു സ്ലാഷ് സ്റ്റാർ, പിന്നെ അത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് സ്റ്റാർ സ്ലാഷ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പ്രോഗ്രാം എഴുതാം. സിംഗിൾ ലൈന് ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇൻറ്റ് മെയിൻ cout വെൽക്കം ടു ദിശ. ഓക്കെ, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ സൈഡിലായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. ഒരു 2 ബാക്ക് സ്ലാഷ് ഫോർവേഡ് സ്ലാഷ് കൊടുത്തിട്ട് this is a comment. Okay, return 0 close brace. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ ദിസ് ഈസ് എ കമൻറ്റ് എന്ന് നമ്മൾ 2 ഫോർവേഡ് സ്ലാഷിനകത്ത് ദിസ് ഈസ് എ കമൻറ്റ് എന്ന് എഴുതിയിരിക്കുന്ന സാധനം എന്ത് ചെയ്യത്തില്ല, എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഓക്കെ, ഇതാണ് സിംഗിൾ ലൈൻ. ഇനി രണ്ടാമത്തെ കമൻറ്റ് ഏതാണ്? മൾട്ടി ലൈൻ. മൾട്ടി ലൈൻ കമൻറ്റ്. ഇതെന്തായിരിക്കും? ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമുക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്ന സമയത്ത് അതിനെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? മൾട്ടി ലൈൻ കമൻറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതെങ്ങനെ സ്റ്റാർ
എന്തായിരിക്കും, സി ഔട്ടിനകത്ത് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. എന്താണ്, ദിശ പി എസ് സി, ദിശ പി എസ് സി. ഓക്കെ, ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ തൊട്ട് മുകളിലൊരു കമൻറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴെ സി ഔട്ട് ദിശ പി എസ് സി എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിനെക്കുറിച്ചാണ്. ദിസ് കോഡ് ബിലോ വിൽ പ്രിൻറ്റ് ദ വേർഡ് ദിശ പി എസ് സി. ഓക്കെ, അപ്പോൾ അത് ഒരിക്കലും കമ്പൈലർ എന്ത് ചെയ്യത്തില്ല, എക്സിക്യൂട്ട് ചെയ്യത്തില്ല. നമുക്ക് അറിയാൻ വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ കമൻറ്റ്സ് സി പ്ലസ് പ്ലസിൽ 2 തരമാണുള്ളത്, സിംഗിൾ ലൈൻ കമൻറ്റും മൾട്ടി ലൈൻ കമൻറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following lines of code skipped by compiler while compilation? Option A sequential, option B control, option C comment, option D preprocessor. Which of the following lines of code skipped by compiler while compilation? നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. ഏതാണ്? ഓപ്ഷൻ സി കമൻറ്റ് അല്ലേ. കമ്പൈലേഷൻ സമയത്ത് കമ്പൈലർ സ്കിപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുന്നത് ഏതാണ്? കമൻസിനെയാണ്. അപ്പോൾ കമൻസിൻ്റെ ഡെഫിനിഷൻ എങ്ങനെ കൊടുക്കാം? കമൻസ് ആർ ദി നോൺ എക്സിക്യൂട്ടബിൾ statement in C++. Comments are the non-executable statements in C++ program. Okay. Preprocessor directives are always start with option A @ option B star, option C hash, option D ampersand. Preprocessor directives are always start with option C hash. എന്താണ് പ്രീ പ്രോസസ്സർ എന്താണ് ചെയ്യുന്നത്? അതായത് കമ്പൈലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ കമ്പൈലറിന് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നൽകുന്നതാണ് പ്രീ പ്രോസസ്സർ. അപ്പോൾ പ്രീ പ്രോസസ്സർ നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാഷിലാണ്. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഹാഷ് ഇൻക്ലൂഡ്. നമ്മൾ ഏതൊരു പ്രോഗ്രാം എഴുതിയാലും അതിൻ്റെ ഏറ്റവും മുകളിൽ എഴുതുന്ന ഒരു സംഭവമാണ് ഹാഷ് ഇൻക്ലൂഡ്. പിന്നെ ഒരു ഫയൽ നെയിം ഉണ്ടായിരിക്കും. എന്താണ്? .h എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷനും ഉണ്ടായിരിക്കും, ഒരു ഹെഡർ ഫയലും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഹാഷ് ഇൻക്ലൂഡ്, ഹാഷ് ഡിഫൈൻ എന്നൊക്കെ പറയുന്നത് പ്രീ പ്രോസസ്സറാണ്. അപ്പോൾ എന്താണ്? കമ്പൈലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കമ്പൈലർക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ്. പ്രീ പ്രോസസ്സറാണ് കമ്പൈലർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി C++ ഡേറ്റ ടൈപ്സ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ്? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 5. C++ ഡേറ്റ ടൈപ്സ്. ഹൗ മെനി C++ ഡേറ്റ ടൈപ്സ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ്? ഓപ്ഷൻ ബി 3. ഏതൊക്കെയാണ് ഡേറ്റ ടൈപ്സ്? 1 ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സ്, ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്പ്. 2 ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്, ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്പ്, ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്, യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്, യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്. അപ്പോൾ എത്ര ടൈപ്പ് ഡേറ്റ ടൈപ്സ് ആണുള്ളത്? 3 ടൈപ്പാണ്. ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്പ്, ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്, യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്. ഇതിൽ ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്പിന് മറ്റ് പേരുകളിൽ അറിയപ്പെടുന്നു. ബേസിക് ഡേറ്റ ടൈപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്പ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്പിനെയാണ് ബേസിക് ഡേറ്റ ടൈപ്പ് എന്നും ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്പ് എന്നൊക്കെ പറയുന്നത്. നമുക്ക് കുറച്ച് ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സ് നോക്കാം. ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സ്. 1 ഇൻറ്റിജർ, ഇൻറ്റിജർ ഡേറ്റ ടൈപ്പ്. ഓക്കെ, ഇൻറ്റിജർ ഡേറ്റ ടൈപ്പിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഹോൾ നമ്പേഴ്സിനെ, ഡെസിമൽ ഇല്ലാത്ത ഹോൾ നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻറ്റിജർ നമ്പേഴ്സ് എന്തിനു ഉപയോഗിക്കുന്നു? യൂസ്ഡ് ടു സ്റ്റോർ ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഇൻറ്റിജർ നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മെമ്മറി കപ്പാസിറ്റി എത്രയാണ്? ഇൻറ്റിജർ ഡേറ്റ ടൈപ്പിൻ്റെ മെമ്മറി കപ്പാസിറ്റി അല്ലെങ്കിൽ സൈസ് എത്രയാണ്? 2 ബൈറ്റ് ആണ്. അത് ഓരോ കമ്പൈലറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കമ്പൈലർ അനുസരിച്ചിട്ട് അതിൻ്റെ സൈസ് മാറും. 2 ബൈറ്റും 4 ബൈറ്റും ഒക്കെ ആവും. ഓക്കെ,
കീവേഡ് ഇൻറ്റിജർ ഡേറ്റ ടൈപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കീവേഡാണ് ഇൻറ്റ്, സ്മോൾ ലെറ്റർ INT. ഓക്കെ, അപ്പോൾ ഇൻറ്റിജർ ഡേറ്റ ടൈപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു സ്റ്റോർ ഹോൾ നമ്പേഴ്സ്. അതിൻ്റെ മെമ്മറി കപ്പാസിറ്റി എത്രയാണ്? 2 bytes ആണ്. ഇൻറ്റിജർ ഡേറ്റ ടൈപ്പിൻ്റെ കീവേഡ് ഇൻറ്റ്, സ്മോൾ ലെറ്റർ INT. ഓക്കെ, അടുത്ത രണ്ടാമത്തത് ക്യാരക്ടർ ഡേറ്റ ടൈപ്പ്. എന്താണ് ക്യാരക്ടർ ഡേറ്റ ടൈപ്പ്? ക്യാരക്ടർ ഡേറ്റ ടൈപ്പ് എന്തിനായിരിക്കും ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു സ്റ്റോർ ആൽഫബറ്റ്സ് ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. അപ്പോൾ ക്യാരക്ടർ ഡേറ്റ ടൈപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആൽഫബറ്റ്സിനെയും സ്പെഷ്യൽ ക്യാരക്ടേഴ്സിനെയൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും? @ ഇങ്ങനെയുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സിനെയൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും ആൽഫബറ്റ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ക്യാരക്ടർ ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യും. ഇതിൻ്റെ മെമ്മറി കപ്പാസിറ്റി എത്രയായിരിക്കും? ക്യാരക്ടർ ഡേറ്റ ടൈപ്പിൻ്റെ സൈസ് അല്ലെങ്കിൽ മെമ്മറി കപ്പാസിറ്റി എത്രയായിരിക്കും? 1 byte ആണ്. 1 byte. ഉപയോഗിക്കുന്ന കീവേഡ്, ക്യാരക്ടർ ഡേറ്റ ടൈപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്ന കീവേഡ് സ്മോൾ ലെറ്റർ CHAR, ക്യാറെന്നോ ചാറെന്നോ ഒക്കെ വായിക്കാം. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ഡേറ്റ ടൈപ്പാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് ഡേറ്റ ടൈപ്പ്. ഫ്ലോട്ടിംഗ് പോയിന്റ് ഡേറ്റ ടൈപ്പ് എന്തായിരിക്കും? ഡെസിമൽ നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫ്രാക്ഷണൽ നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. എന്തിനാണ്? യൂസ്ഡ് ടു സ്റ്റോർ fractional numbers. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെമ്മറി കപ്പാസിറ്റി എത്രയായിരിക്കും? 4 byte. ഉപയോഗിക്കുന്ന കീവേഡ് ഫ്ലോട്ട്. ഓക്കെ, അപ്പം മൂന്നാമത്തെ ഡേറ്റ ടൈപ്പാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് ഡേറ്റ ടൈപ്പ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഫ്രാക്ഷണൽ നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മെമ്മറി കപ്പാസിറ്റി 4 byte ആണ്. കീവേഡ് സ്മോൾ ലെറ്റർ ഫ്ലോട്ട്. ഓക്കെ, അടുത്ത ഡേറ്റ ടൈപ്പ്, നാലാമത്തെ ഡേറ്റ ടൈപ്പാണ് ഡബിൾ ഡേറ്റ ടൈപ്പ്. ഡബിൾ DOUBLE ഡബിൾ ഡേറ്റ ടൈപ്പ്. ഡബിൾ ഡേറ്റ ടൈപ്പ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഫ്രാക്ഷണൽ നമ്പേഴ്സിനെ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ലോങ് ഫ്രാക്ഷണൽ നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്താണ്? ലോങ് ഫ്രാക്ഷണൽ നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ഫ്ലോട്ടിംഗ് പോയിന്റ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഫ്ലോട്ട് ഉപയോഗിക്കുമ്പം ഏകദേശം ഒരു 6 to 7 digits മാത്രമേ നമുക്ക് ഡെസിമൽ ഡിജിറ്റ്സ് ആണ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് ഫ്ലോട്ടിൽ. എന്നാൽ ഡബിൾ വരുന്ന സമയത്ത് 15 digits വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാൻ പറ്റും. 15 digits വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പം ഡബിൾ ഡേറ്റ ടൈപ്പ് എന്താണ്? ലോങ് ഫ്രാക്ഷണൽ നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെമ്മറി കപ്പാസിറ്റി എത്രയായിരിക്കും? 8 byte ആയിരിക്കും. കീവേഡ് എന്താണ്? ഡബിൾ, സ്മോൾ ലെറ്റർ ഡബിൾ. ഓക്കെ, അടുത്ത ഡേറ്റ ടൈപ്പ് ഓയിഡ് ഡേറ്റ ടൈപ്പ്. ഓയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എംപ്റ്റി സെറ്റ് ഓഫ് വാല്യൂസിനെയാണ് ഓയിഡ് എന്ന് പറയുന്നത്. എന്താണ്? എംപ്റ്റി സെറ്റ് ഓഫ് വാല്യൂസ് ആണ് ഓയിഡ്. അതായത് ഓയിഡ് മീൻസ് നത്തിങ്. ഓക്കെ, ഇപ്പോൾ റിട്ടേൺ വാല്യൂ ഉണ്ടാവത്തില്ല. ഓയിഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എംപ്റ്റി സെറ്റ് ഓഫ് വാല്യൂസ് ആയിരിക്കും ഓയിഡിൻ്റെ അർത്ഥം ചോദിച്ചെങ്കിൽ എന്താണ്? നത്തിങ് എന്നാണ്, ഒന്നുമില്ല, വെറുതെ. അപ്പോൾ ഇതിന് റിട്ടേൺ വാല്യൂ ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സ് ഏതൊക്കെയാണ്? ഇൻറ്റിജർ ഡേറ്റ ടൈപ്പ്, പിന്നെ ക്യാരക്ടർ ഡേറ്റ ടൈപ്പ്, ഫ്ലോട്ടിംഗ് പോയിന്റ് ഡേറ്റ ടൈപ്പ്, ഡബിൾ ഫ്ലോട്ടിംഗ് പോയിന്റ് ഡേറ്റ ടൈപ്പ്, ലാസ്റ്റ് പറഞ്ഞത് ഓയിഡ് ഡേറ്റ ടൈപ്പ്. ഓക്കെ, ഇൻറ്റിജറിന് ഹോൾ നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, ക്യാരക്ടർ ആണെങ്കിൽ ക്യാരക്ടേഴ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സിനെയും ആൽഫബറ്റ്സിനെയും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് ആണെങ്കിൽ എന്തായിരിക്കും? ഫ്രാക്ഷണൽ നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡബിൾ ഫ്ലോട്ടിംഗ് പോയിന്റ് ഡേറ്റ ടൈപ്പ് ആണെങ്കിൽ എന്തായിരിക്കും? ലോങ് ഫ്രാക്ഷണൽ നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓയിഡ് മീൻസ്
empty set of values. ഇതിന് റിട്ടേൺ വാല്യൂ ഉണ്ടാവത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Float and double are related to dash data type. Option A OID, option B floating, option C fixed, option D integral. Float and double നമ്മൾ തൊട്ട് മുന്നേ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞതേ ഉള്ളൂ. ഏതാണ് ആൻസർ? ഫ്ലോട്ടിംഗ്. ഓപ്ഷൻ ബി ഫ്ലോട്ടിംഗ്. നമ്മൾ പറഞ്ഞു എന്താണ് ഫ്ലോട്ടിംഗ് പോയിന്റ് ഡേറ്റ ടൈപ്പ് അല്ലേ. ഫ്രാക്ഷണൽ നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡെസിമൽ നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഫ്ലോട്ടിംഗ് പോയിന്റിൽ തന്നെയാണ് രണ്ടെണ്ണം വരുന്നത്. എന്തൊക്കെയുണ്ട്? ഫ്ലോട്ടും വരുന്നുണ്ട്, ഡബിളും വരുന്നുണ്ട്. ഓക്കെ, ഫ്ലോട്ടാണെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താണ് ഫ്രാക്ഷണൽ നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 6 to 7 ഡിജിറ്റ്സ് ആയിരിക്കും വരുന്നത്. ഡബിൾ ആണെങ്കിൽ എന്തായിരിക്കും വരുന്നത്? 15 ഡിജിറ്റ്സ് വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ മെമ്മറി കപ്പാസിറ്റിയും കാര്യമൊക്കെ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡേറ്റ ടൈപ്പ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ സിംഗിൾ ക്യാരക്ടർ? സിംഗിൾ ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡേറ്റ ടൈപ്പ് ഏതാണ്? ഓപ്ഷൻ എ ഡബിൾ, ഓപ്ഷൻ ബി ഇൻറ്റ്, ഓപ്ഷൻ സി ഫ്ലോട്ട്, ഓപ്ഷൻ ഡി ക്യാർ. ആൻസർ ഓപ്ഷൻ ഡി ക്യാർ. അത് നമ്മൾ പറഞ്ഞു എന്താണ് 1 ബൈറ്റാണ് അതിൻ്റെ മെമ്മറി കപ്പാസിറ്റി എന്ന് പറഞ്ഞു. ആൽഫബറ്റ്സിനെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സിനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. CHAR സ്മോൾ ലെറ്റർ CHAR ആണ് ഉപയോഗിക്കുന്ന കീവേഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 10. C++ provides various types of dash that include keywords, identifiers, constants, strings and operators. Option A tokens, option B expressions, option C structures, option D strings. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ടോക്കൺസ്. C++ provides various types of tokens that include keywords, identifiers, constants, strings and operators. അപ്പോൾ എന്താണ് ടോക്കൺസ്? ടോക്കൺസ് എന്ന് വെച്ചാൽ എന്താണ്? സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ് ഇൻ എ പ്രോഗ്രാം. അതാണ് ടോക്കൺസ്. എന്താണ്? സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ് ഇൻ എ പ്രോഗ്രാം. സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ് ഇൻ എ പ്രോഗ്രാം. അതാണ് ടോക്കൺസ് എന്ന് പറയുന്നത്. ഈ ടോക്കൺസിനകത്താണ് നമ്മുടെ ഐഡൻറ്റിഫയേഴ്സ്, കീവേഡ്സ്, കോൺസ്റ്റൻസ്, സ്ട്രിങ്സ്, ഓപ്പറേറ്റേഴ്സ്, പഞ്ച്വേറ്റേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്തിലാക്കി വരുന്ന ഈ ടോക്കൺസിനകത്താണ് ഉൾപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What refer to the names of variables, functions, arrays, classes, etc. created by the programmer? Option A keywords, option B identifiers, option C constants, option D strings. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ഐഡൻറ്റിഫയേഴ്സ്. ഓക്കെ, എന്താണ് അപ്പോൾ ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ? C++ വേരിയബിൾസ് ഇല്ലേ, വേരിയബിൾസ് എല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ, നമ്മുടെയൊക്കെ പേര് നമ്മളെങ്ങനെ എല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? നമ്മുടെ പേര് വെച്ചിട്ടായിരിക്കും. അതുപോലെ C++ലെ വേരിയബിൾസിനെ എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് യുണീക്ക് നെയിംസ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഐഡൻറ്റിഫയേഴ്സിന് കുറച്ച് റൂൾസ് ഉണ്ട്. ഐഡൻറ്റിഫയേഴ്സ് എഴുതുന്നതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ഒന്നാമത്തെ റൂള് must begin with the alphabets and underscore. Alphabets and underscore. രണ്ടാമത്തെ റൂള് എന്ത് ചെയ്യും? ഒരു ഡിജിറ്റിൽ ഇതൊരിക്കലും എന്താണ് തുടങ്ങാൻ പാടില്ല. ഓക്കെ, cannot begin with a digit. ഓക്കെ, ഇതിൽ പിന്നെ എന്താണ്? റിസർവ്ഡ് കീവേഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല. റിസർവ്ഡ് കീവേഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ പഠിച്ചു, കുറച്ച് ഡേറ്റ ടൈപ്പൊക്കെ പഠിച്ചു, ഇൻറ്റ്, ക്യാർ എന്നൊക്കെ പറയുന്നത്. അതെല്ലാം എന്താണ്? കീവേഡ്സ് ആണ്. അപ്പോൾ അതുപോലുള്ള കീവേഡ്സ് ഒന്നും ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വേരിയബിളായിട്ട് കൊടുക്കാൻ പറ്റില്ല. അടുത്തതെന്താണ്? സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. ആകെ ഇതിൽ കൊടുക്കാൻ പറ്റുന്ന സ്പെഷ്യൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അണ്ടർസ്കോർ മാത്രമാണ്. അതല്ലാതെ മറ്റ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൊടുക്കാൻ പാടില്ല. ഇത്രയുമാണ് എന്ത്
ഈ കീ ഐഡൻറ്റിഫയേഴ്സിൻ്റെ ജനറൽ റൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ആൽഫബറ്റ്സിലോ അണ്ടർസ്കോറിലോ മാത്രമേ നമുക്ക് ഐഡൻറ്റിഫയേഴ്സ് എഴുതാൻ പാടുള്ളൂ. ഒരിക്കലും ഒരു ഡിജിറ്റിൽ ഐഡൻറ്റിഫയേഴ്സ് എഴുതി തുടങ്ങാൻ പാടില്ല. പിന്നെ റിസർവ്ഡ് കീവേഡ്സ്, അതായത് ഇൻഡ്, ക്യാർ, ഇങ്ങനെയുള്ള റിസർവ്ഡ് കീവേഡ്സ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഐഡൻറ്റിഫയേഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, അണ്ടർസ്കോർ ഒഴികെയുള്ള ഒരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സും ഇതിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം അതിൻ്റെ. മൈ വേരിയബിൾ, മൈ വേരിയബിൾ അതായത് ഒരു ലെറ്റർ വി ക്യാപിറ്റൽ ലെറ്റർ, രണ്ടാമത്തേൽ വി സ്മോൾ ലെറ്റർ. അപ്പോൾ എന്താ, കേസ് സെൻസിറ്റീവ് ആണ്. അപ്പോൾ ഇതെന്താണ്, വാലിഡ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിഫയർ ആണ്. ഓക്കെ, ഇത് മൂന്നും എന്താണ്, വാലിഡ് ആയിട്ടുള്ള ഐഡൻറ്റിഫയർ ആണ്. കുറച്ച് വാലിഡ് ആയിട്ടുള്ള ഞാൻ കുറച്ച് ഐഡൻറ്റിഫയേഴ്സ് പറയാം, നിങ്ങളത് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്ന് പറയണം. ഓക്കെ, സം, 8 value, @ count, max underscore size, my hyphen variable. ഇതിൽ വാലിഡ് ആയിട്ടുള്ള ഐഡൻറ്റിഫയേഴ്സ് ഏതൊക്കെയാണ്? ഒന്നാമത്തത് സം, വാലിഡ് ആണ്, കാരണം എന്താണ്, ആൽഫബറ്റ്സിലാണ് തുടങ്ങിയിരിക്കുന്നത് അല്ലേ. രണ്ടാമത്തത് 8 വാല്യൂ, ഇത് വാലിഡ് ആണോ? അല്ല, കാരണം ഡിജിറ്റ്, ഒരിക്കലും ഐഡൻറ്റിഫയർ നമുക്കൊരു ഡിജിറ്റിൽ തുടങ്ങാൻ പാടില്ല, അപ്പോൾ ഇത് ഇൻവാലിഡ് ആണ്. മൂന്നാമത്തത് @ കൗണ്ട്, @ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ്. ഐഡൻറ്റിഫയേഴ്സിൽ നമ്മൾ അണ്ടർസ്കോർ മാത്രമേ സ്പെഷ്യൽ ക്യാരക്ടറായിട്ട് ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ @ കൗണ്ട് എന്ന് പറയുന്നതും എന്താണ്, ഒരു ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിഫയർ ആണ്. ഇനി മാക്സ് അണ്ടർസ്കോർ സൈസ്, ഇതെന്താണ്, വാലിഡ് ആണ് അല്ലേ, ആൽഫബറ്റിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഇനി ആൽഫബറ്റ്സിലോ അണ്ടർസ്കോറിലോ ഒരു വേരിയബിൾ എഴുതി തുടങ്ങിയിട്ട് അതിനുശേഷം നമുക്ക് ഡിജിറ്റ്സ് ഒക്കെ ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ മാക്സ് അണ്ടർസ്കോർ വാല്യൂ 1 2 3 ഇത് കൊടുക്കാം, കാരണം നമ്മൾ ആദ്യം തുടങ്ങിയത് എന്താണ്, ഒരു ആൽഫബറ്റിലാണ്, അല്ലെങ്കിൽ അണ്ടർസ്കോറിൽ വേണമെങ്കിൽ നമുക്ക് തുടങ്ങാം അല്ലേ. ഇത് വാലിഡ് ആണ്. ഐഡൻറ്റിഫയേഴ്സിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ, മെയിനായിട്ട് ആൽഫബറ്റ്സിലോ അണ്ടർസ്കോറിലോ വേണം തുടങ്ങാൻ. ഓക്കെ, അപ്പം മാക്സ് അണ്ടർസ്കോർ സൈസ് എന്ന് പറയുന്നത് എന്താണ്, വാലിഡ് ആണ്. ഇനി അടുത്തത് മൈ ഹൈഫൺ വേരിയബിൾ, മൈ ഹൈഫൺ വേരിയബിൾ എന്താണ്, ഇൻവാലിഡ് ആണ്, കാരണം ഹൈഫൺ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല, അണ്ടർസ്കോർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഐഡൻറ്റിഫയേഴ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ ലൂപ്പ് ഇൻ C++? ഓപ്ഷൻ എ, ടു പെർഫോം എ ടാസ്ക് വൺസ്. ഓപ്ഷൻ ബി, ടു ടെർമിനേറ്റ് ദ പ്രോഗ്രാം. ഓപ്ഷൻ സി, ടു റിപ്പീറ്റ് എ ബ്ലോക്ക് ഓഫ് കോഡ് മൾട്ടിപ്പിൾ ടൈംസ്. ഓപ്ഷൻ ഡി, ടു ചെക്ക് ദ വാലിഡിറ്റി ഓഫ് ഡേറ്റ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ ലൂപ്പ് ഇൻ C++? ആൻസർ ഓപ്ഷൻ സി ആണ്, ടു റിപ്പീറ്റ് എ ബ്ലോക്ക് ഓഫ് കോഡ് മൾട്ടിപ്പിൾ ടൈംസ്. ഓക്കെ, അപ്പോൾ എന്താണ് ലൂപ്പ്? ലൂപ്പ് എന്താണ്? ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ലൂപ്പ് എന്ന് പറയുന്നത്. ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അതിനെയാണ് ലൂപ്പ് എന്ന് പറയുന്നത്. ലൂപ്പ് 3 ടൈപ്പാണുള്ളത്. ലൂപ്പ് 3 ടൈപ്പാണുള്ളത്. ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. ഇതൊക്കെയാണ് ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. ഇതിൽ ഫോർ ലൂപ്പിനെയും വൈൽ ലൂപ്പിനെയും ചേർത്ത് നമ്മളൊരു പേര് പറയും, എൻട്രി കൺട്രോൾഡ് ലൂപ്പ്. എന്താണ്? എൻട്രി കൺട്രോൾഡ് ലൂപ്പ്. എൻട്രി കൺട്രോൾഡ് ലൂപ്പ്. ഡു വൈൽ ലൂപ്പിനെ നമ്മൾ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയും. എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. ഓക്കെ, ഇപ്പോൾ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിനാണ്
എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ലൂപ്പ്. ലൂപ്പ് 3 ടൈപ്പാണ് ഉള്ളത്. ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. ഇതിൽ ഫോർ ലൂപ്പിനെയും വൈൽ ലൂപ്പിനെയും കൂടെ ചേർത്ത് നമ്മൾ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്നും ഡു വൈൽ ലൂപ്പിനെ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്നും പറയും. അതായത് ലൂപ്പിനകത്തേക്ക് എക്സിക്യൂഷൻ നടക്കുന്ന ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ എക്സിക്യൂഷൻ നടക്കുന്നതിന് മുന്നേ തന്നെ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നതിനെയാണ് എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഫസ്റ്റ് ഒരു എന്താണ് എക്സിക്യൂഷൻ കഴിഞ്ഞതിന് ശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്യും. അതാണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ആപ്പിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ? ഓപ്ഷൻ എ പെർസെൻറ്റേജ്, ഓപ്ഷൻ ബി ഡിവിഷൻ, ഓപ്ഷൻ സി എക്സ്ക്ലമേഷൻ, ഓപ്ഷൻ ഡി സ്റ്റാർ. Which of the following is not an arithmetic operator? ഓപ്ഷൻ സി ആണ് ആൻസർ. ബാക്കിയെല്ലാം എന്താണ്? അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ C++ലെ ഓപ്പറേറ്റേഴ്സ് നോക്കാം. C++ലെ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഇത്രയും ഓപ്പറേറ്റേഴ്സാണ് ഉള്ളത്. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ഇതിൽ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്? പ്ലസ്, മൈനസ്, അതായത് അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്, ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ്, ഇതൊക്കെയാണ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സായിട്ട് വരുന്ന. ഇതിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റിനെ നമ്മൾ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് എന്നും പറയും. സെപ്പറേറ്റ് ആയിട്ട് എടുത്തും പറയുന്നുണ്ട്, ഇതിനകത്തും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്, പിന്നെ ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ഇതൊക്കെ എന്തിനാണെന്ന് അറിയാം. രണ്ടാമത്തേത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സാണ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. ആൻഡ്, ഓർ, നോട്ട്, ഇതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് കമ്പാരിസൺ ഓപ്പറേറ്റർ. ഈ കമ്പാരിസൺ ഓപ്പറേറ്ററിനെ തന്നെയാണ് നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്നും പറയുന്നത്. കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സിനെ തന്നെയാണ് നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്നും പറയുന്നത്. ഓക്കെ, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇതെല്ലാം എന്താണ്? റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൽ പറയുന്നതാണ്. ഓക്കെ, ഇനി അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയായിരിക്കും? ഈക്വൽ ടു, പിന്നെ എന്താണ്? മൈനസ് ഈക്വൽ ടു, പ്ലസ് ഈക്വൽ ടു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് വരും. നമ്മൾ മെയിനായിട്ട് ഈക്വൽ ടു ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ. അപ്പോൾ നമ്മൾ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ് പഠിച്ചത്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ ആൻസർ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹെഡർ ഫയൽ ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ സി ഇൻ, സി ഔട്ട്? ഓപ്ഷൻ എ io manip.h, iostream.h, fstream.h, none of the above. Which of the following header file is used to define C in, C out? Answer option B, iostream.h. Okay, അപ്പോൾ എന്താണ് ഹെഡർ ഫയൽ? പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് സ്റ്റോർ ചെയ്യുന്ന ഫയൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെഡർ ഫയൽസ് എന്ന് പറയുന്നത്. പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് സ്റ്റോർ ചെയ്യുന്ന ഫയൽസാണ് ഹെഡർ ഫയൽസ് എന്ന് പറയുന്നത്. അപ്പം ഹെഡർ ഫയൽസ് 2 ടൈപ്പാണുള്ളത്. സ്റ്റാൻഡേർഡ്, ലൈബ്രറി, ഹെഡർ ഫയൽ. ഹെഡർ ഫയൽസ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ലൈബ്രറി ഹെഡർ ഫയൽ, യൂസർ ഡിഫൈൻഡ് ഹെഡർ ഫയൽ.
ഹെഡർ ഫയൽ. ഓക്കെ, അതായത് സ്റ്റാൻഡേർഡ് ലൈബ്രറി ഹെഡർ ഫയൽ എന്ന് വെച്ചാൽ കമ്പൈലറിൽ ഓൾറെഡി പ്രസൻ്റ് ആയിട്ടുള്ള ഫയൽസ് ആണ് സ്റ്റാൻഡേർഡ് ലൈബ്രറി ഹെഡർ ഫയൽസ് എന്ന് പറയുന്നത്. യൂസർ ഡിഫൈൻഡ് ഹെഡർ ഫയൽസ് എന്തായിരിക്കും? യൂസർ ഡിഫൈൻ ചെയ്യുന്ന ഹെഡർ ഫയൽസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഓപ്ഷനിൽ iostream.h iostream.h എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്ന ഹെഡർ ഫയലാണ് എന്ത്? iostream.h എന്ന് പറയുന്നത്. ഹെഡർ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ .h ആണ്. സ്മോൾ ലെറ്റർ h ആണ് ഹെഡർ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെഡർ ഫയൽ എഴുതുന്ന സമയത്ത് #include iostream.h #include ഇങ്ങനെയാണ് നമ്മളൊരു ഹെഡർ ഫയൽ എഴുതുന്നത്. ഓക്കെ, ഇതൊരു സ്റ്റാൻഡേർഡ് ലൈബ്രറി ഹെഡർ ഫയലാണ് അല്ലേ. അപ്പോൾ ഇതിൽ ഹാഷ് എന്താണെന്ന് നമുക്കറിയാം. #include എന്താണ്? പ്രീ പ്രോസസ്സറാണ്. തൊട്ട് മുന്നേ പറഞ്ഞു പ്രീ പ്രോസസ്സർ. #include എന്ന് പറയുന്നത് പ്രീ പ്രോസസ്സറാണ്. പിന്നെ വരുന്ന iostream.h എന്ന് പറയുന്ന ഹെഡർ ഫയൽ അല്ലേ. ഇതിനകത്ത് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഹെഡർ ഫയലിൻ്റെ ഡെഫിനിഷൻ ആയിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പോൾ iostream എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസിൻ്റെ ഡെഫിനിഷനാണ് iostreamനകത്ത് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് സി ഇൻ ആൻഡ് സി ഔട്ട്. സി ഇന്നും സി ഔട്ടും എന്ന് പറയുന്നത് നമ്മുടെ C++ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചുള്ള അതിൻ്റെ സി ഇൻ എന്തിനാണ്, സി ഔട്ട് എന്തിനാണ് എന്നൊക്കെയുള്ള ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത് iostream.h-നകത്താണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ iostream.h ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് ദി സെമികോളൻ ഇൻ എ ഫോർ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ C++? ടു ടെർമിനേറ്റ് ദ ലൂപ്പ്, ടു സെപ്പറേറ്റ് ദ ഇനിഷ്യലൈസേഷൻ, കണ്ടീഷൻ ആൻഡ് ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് എക്സ്പ്രഷൻസ്. Option C, to indicate the end of the loop body. Option D, to separate statements inside the loop body. What is the role of the semicolon in a for loop statement in C++? Option B ആണ് ആൻസർ. To separate the initialization, condition and increment or decrement expression. അപ്പോൾ നമ്മൾ നേരത്തെ ലൂപ്പിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ലൂപ്പ്? ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ റിപ്പീറ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൂപ്പ് ഉപയോഗിക്കുന്നത്. അതിൽ നമ്മൾ 3 ടൈപ്പ് ലൂപ്പ് പറഞ്ഞു. ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഫോർ ലൂപ്പിനെ കുറിച്ചാണ് അല്ലേ. ഫോർ ലൂപ്പ് എന്ന് പറയുമ്പോൾ അത് എന്ത് ടൈപ്പ് ലൂപ്പാണ്? എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. എന്താണ്? എൻട്രി കൺട്രോൾഡ് ലൂപ്പ്. ഓക്കെ, ഇനി ഫോർ ലൂപ്പിന് ഒരു സിൻടാക്സ് ഉണ്ട്. ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് ഫോർ ഇനിഷ്യലൈസേഷൻ സെമികോളൻ കണ്ടീഷൻ സെമികോളൻ ഐട്രേഷൻ ഓപ്പൺ ബ്രേസ്. ഇതെന്തായിരിക്കും? ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം നമ്മളിവിടെ കൊടുക്കും. ദെൻ ലൂപ്പ് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ്. അപ്പോൾ ഫോർ ലൂപ്പിൽ വരുന്ന 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? 1 ഇനിഷ്യലൈസേഷൻ, 2 കണ്ടീഷൻ, 3 ഐട്രേഷൻ. ഓക്കെ, എന്താണ് ഇനിഷ്യലൈസേഷൻ? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് ഇതിലെ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു തവണ എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. അതാണ് ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ്? ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു തവണ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യും? ഇനിഷ്യലൈസേഷൻ പാർട്ട് എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സെമികോളൻ, അതായത് ഫോറിൻ്റെ സിൻടാക്സ് എഴുതുമ്പോൾ നമുക്ക് എപ്പോഴും തെറ്റിപ്പോകുന്നതാണ്. PSCയിൽ എപ്പോഴും ചോദിക്കും സെമികോളൻ, ലാസ്റ്റ് ഒരു സെമികോളനും കൂടി ഇട്ട് തരും. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. ഫോർ ലൂപ്പിൽ നമ്മൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റിനും അകത്താണ് നമ്മൾ എന്ത് കൊടുക്കാനുള്ള സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് സ്റ്റേറ്റ്മെൻറ്റ് 1, സ്റ്റേറ്റ്മെൻറ്റ് 2, സ്റ്റേറ്റ്മെൻറ്റ് 3, ഇതിന് ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കാനുള്ള? സെമികോളൻ ഉപയോഗിക്കാനുള്ള. അപ്പോൾ ഫോറിൻ്റെ സിൻടാക്സ് എന്താണ്? ഫോർ ഇനിഷ്യലൈസേഷൻ സെമികോളൻ കണ്ടീഷൻ സെമികോളൻ ഐട്രേഷൻ. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നത്.
അപ്പോൾ ഇനിഷ്യലൈസേഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, എന്താണ്, ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു തവണ എന്ത് ചെയ്യും, ഈ ഇനിഷ്യലൈസേഷൻ പാർട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ കൺട്രോൾ നേരെ എങ്ങോട്ടേക്ക് പോവും, കണ്ടീഷനിലേക്ക് പോവും. അപ്പോൾ അവിടുത്തെ എന്ത് കണ്ടീഷനാണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് കൺട്രോൾ വരും. എന്നിട്ട് അവിടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്നുള്ളത് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം പിന്നെ വീണ്ടും എങ്ങോട്ട് കൺട്രോൾ പോവും, ഐട്രേഷൻ പാർട്ടിലോട്ട് പോവും. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. ഐട്രേഷൻ പാർട്ടിലേക്ക് പോയിട്ട് അവിടുത്തെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുകയോ ഡിക്രിമെൻറ്റ് ചെയ്യുകയോ. ഐട്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഇൻക്രിമെൻറ്റ് ചെയ്യുക ഡിക്രിമെൻറ്റ് ചെയ്യുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഇനിഷ്യലൈസ് ചെയ്ത വാല്യൂവിൻ്റെ വേരിയബിളിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുകയോ ഡിക്രിമെൻറ്റ് ചെയ്യുകയോ ചെയ്യും. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടീഷനിലേക്ക് പോകുന്നു, പിന്നെ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ ഐട്രേഷൻ. ഇങ്ങനെ ഈ കണ്ടീഷൻ എന്താവുന്നു, ഫോൾസ് ആവുന്നത് വരെ എന്ത് ചെയ്യുന്നത്, റിപ്പീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അതാണ് ഫോർ ലൂപ്പ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളിലൂടെ അത് പഠിക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ സിൻടാക്സ് ഞാനിവിടെ ഒന്ന് എഴുതുവാണ്. ഫോർ ലൂപ്പ് എന്താണ്, ഫോർ ഇനിഷ്യലൈസേഷൻ കണ്ടീഷൻ iteration, ഓപ്പൺ ബ്രേസ്, പിന്നെ എന്താണ് ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ക്ലോസ് ബ്രേസ്. ഇതാണ് അതിൻ്റെ ഒരു സിൻടാക്സ്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ പ്രോഗ്രാം. ഫോർ ഇൻറ്റ് I is equal to 0, I less than 5, I plus plus, ഓപ്പൺ ബ്രേസ്, C out I. ഓക്കെ, അപ്പം നമുക്ക് 0 to 4, 0 മുതൽ 4 വരെയുള്ള നമ്പേഴ്സിനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രോഗ്രാമാണിത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ഫോറിൽ വർക്ക് ചെയ്യുന്നത് നോക്കാം. 4 ഇൻറ്റ് I is equal to 0, 4 ഇൻറ്റ് I is equal to 0, I is equal to 0. ഓക്കെ, അപ്പോൾ ഇവിടെ ഐയുടെ ഇൻറ്റ് ഐ എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ഡേറ്റ ടൈപ്പാണ്. ഓക്കെ, അതിൻ്റെ വാല്യൂ, ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 0 ആണ് അല്ലേ. അപ്പോൾ ആദ്യം ഇനിഷ്യൽ വാല്യൂ ആയിരിക്കും, നമ്മൾ പറഞ്ഞല്ലോ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ ഇനിഷ്യൽ വാല്യൂ ആയിരിക്കും ആദ്യം എക്സിക്യൂട്ട് ആവുന്നത്. അപ്പോൾ ഇൻറ്റ് I is equal to 0. ഓക്കെ, എന്നിട്ട് ഈ 0 എന്ന് പറയുന്ന വാല്യൂ എന്ത് ചെയ്യും, നെക്സ്റ്റ് ഈ കണ്ടീഷനിലേക്ക് പോവുകയാണ്. ഓക്കെ, കണ്ടീഷനിലേക്ക് പോകുമ്പം ഇതെവിടെ 0 less than 5, 0 less than 5 എന്ന് പറഞ്ഞ കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ, 5-നേക്കാളും ചെറുതാണ് 0 അല്ലേ. അപ്പോൾ കണ്ടീഷൻ എന്താണ്, ട്രൂ ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ എന്താണ്, ട്രൂ ആവുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് കൺട്രോൾ പോവുകയാണ്. എന്നിട്ട് ഇവിടെ എന്താണ്, C out. അപ്പം ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്, C out I. ഓക്കെ, C out I ഇതെന്ന് വെച്ചാൽ നമ്മുടെ എന്താണ്, ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്ററാണ് C out എന്ന് പറയുന്നത്. അപ്പം C out I എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ ഇപ്പോൾ എത്രയാണ്, ഇപ്പോൾ എത്രയിലാണ് നിൽക്കുന്നത്, ഇൻറ്റ് I is equal to 0, I less than 5 എന്നല്ലേ നമ്മൾ എടുത്തത്. അപ്പോൾ ഐയുടെ വാല്യൂ എത്രയാണ്, 0 ആണ്. അപ്പം ഫസ്റ്റ് വാല്യൂ 0 പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു /n കൊടുത്തിട്ടുണ്ട്. /n എന്ന് പറഞ്ഞാൽ ന്യൂ ലൈൻ. /n എന്തിനു വേണ്ടിയിട്ടാണ്, ന്യൂ ലൈൻ, പുതിയ ലൈനിലേക്ക്, നെക്സ്റ്റ് ലൈനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ /n കൊടുക്കുന്നത്. ഓക്കെ, അപ്പം /n കൊടുക്കുമ്പോൾ ന്യൂ ലൈനിലേക്ക് വരും. അപ്പോൾ വീണ്ടും കൺട്രോൾ അടുത്ത ഈ ലൈനിലായിരിക്കും വന്ന് നിൽക്കുന്നത്. ഓക്കെ, വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, അപ്പം കണ്ടീഷൻ ട്രൂ ആണ്, ഐയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്തു. ദെൻ കൺട്രോൾ നേരെ ഈ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോകും അല്ലേ. ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്, I++ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, I++ എന്ന് വെച്ചാൽ എന്താണ്, ഐയുടെ വാല്യൂ 1 ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു എന്നാണ് അല്ലേ. I is equal to I+1 അല്ലേ. ഐയുടെ വാല്യൂ ഇപ്പോൾ നേരത്തെ വാല്യൂ 0 ആയിരുന്നു, 0ൻ്റെ കൊടുത്ത് 1 കൂടിയപ്പം 1 അല്ലേ. അപ്പോൾ ഐയുടെ വാല്യൂ ഇപ്പോൾ എത്രയായി, 1 ആയി. ദെൻ വീണ്ടും കൺട്രോൾ ഇങ്ങോട്ടേക്ക് വരും, തിരിച്ചിങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഇവിടെ ഐയുടെ വാല്യൂ എത്രയായി, 1 ആയി. ദെൻ വീണ്ടും ചെക്ക് ചെയ്യാണ്, എന്താണ് 1 ലെസ് ദാൻ, ഇനി 0 ഉണ്ടോ, ഇല്ല, 1 ലെസ് ദാൻ 5 കൊടുക്കുന്നു. അപ്പോൾ 1 ലെസ് ദാൻ 5 കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ,
5-നേക്കാളും ചെറുതാണ് 1. അപ്പോൾ കണ്ടീഷൻ എന്താണ്? ട്രൂ ആണ്. ട്രൂ ആവുന്ന സമയത്ത് വീണ്ടും ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റിനകത്തോട്ട് വരും. ഇതിനകത്തേക്ക് വരുമ്പോൾ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? സി ഔട്ട് ഐ. വീണ്ടും ഐയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ 0 പ്രിൻറ്റ് ചെയ്യോ 1 പ്രിൻറ്റ് ചെയ്യോ? ഓക്കെ, 0 പോയി. ഫസ്റ്റ് ഇനിഷ്യലൈസേഷനിൽ 0 ആയിരുന്നു. ഇനിഷ്യലൈസേഷൻ സ്റ്റേജിൽ 0 ആയിരുന്നു. ദെൻ അത് കണ്ടീഷനിലേക്ക് വന്നു. ഐട്രേഷനിൽ എത്തിയ സമയത്ത് അതെന്തായി? 0 പോയി. അവിടെ എന്ത് വന്നു? 1 വന്നു. അപ്പം അടുത്ത് പ്രിൻറ്റ് ചെയ്യുന്നത് ഏതായിരിക്കും? 1 എന്നായിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. വീണ്ടും ഒരു കഴ്സർ ന്യൂ ലൈനിലേക്ക് വന്ന് നിൽക്കും. വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടുത്തെ കൺട്രോൾ i++ലേക്ക് പോകുമ്പോൾ വീണ്ടും കൂടും. അപ്പം നേരത്തെ 1 ആയി. ഇവിടെ 0 ആയിരുന്നത് 1 ആയി. 1 + 1 എത്രയായി? 2 ആവും. വീണ്ടും കണ്ടീഷനിലേക്ക് വരുവാണ് 2<5. 2<5 അല്ലേ? 2<5 ചെക്ക് ചെയ്യുമ്പോൾ കണ്ടീഷൻ വീണ്ടും എന്താണ്? ട്രൂ ആണല്ലോ അല്ലേ? അപ്പോൾ വീണ്ടും താഴേക്ക് വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും? 2 പ്രിൻറ്റ് ചെയ്യുന്നു. വീണ്ടും ന്യൂ ലൈനിൽ കഴ്സർ വന്ന് നിൽക്കുന്നു. ഐട്രേഷൻ കൂടുന്നു. ഇങ്ങനെ ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആവുന്നത് വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ലൂപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അങ്ങനെ 3 വരും. പിന്നെ വീണ്ടും ഇവിടെ 3 പ്രിൻറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഐയുടെ വാല്യൂ കൂടുന്ന സമയത്ത് എന്തായിരിക്കും? 4 ആയിരിക്കും വരുന്നത് അല്ലേ? അപ്പോൾ 4<5 എടുക്കുമ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്. താഴേക്ക് വരുന്നു. ആൻസർ 4 ആയിരിക്കും. വീണ്ടും ഐട്രേഷനിലേക്ക് പോവുകയാണ്. ഐട്രേഷനിലേക്ക് പോകുമ്പോൾ ഐ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? കൂടുമായിരിക്കും. നേരത്തെ 4 ആയിരുന്നു. പിന്നെ എന്തായി? ഒന്നും കൂടെ കൂടുമ്പോൾ 5 ആവും. ഓക്കെ, അത് കണ്ടീഷനിലേക്ക് വരുമ്പോൾ എന്താണ്? 5<5. എന്താണ്? 5<5. 5<5 കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ? 5<5. 5<= ആണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. 5<5 കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ പിന്നെ താഴേക്ക് വരുമോ? ഇല്ല. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ എന്താണ്? സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ വെച്ചിട്ട് പ്രോഗ്രാം എക്സിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോർ ലൂപ്പിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൂപ്പ് ഉപയോഗിക്കുന്നത്. ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് പ്രത്യേകിച്ച് എല്ലാവരും ഓർക്കുക. സെമിക്കോളൻ എവിടെയാണ് വരുന്നത്? സെമിക്കോളൻ ഒരിക്കലും ഫോർ ലൂപ്പിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവസാനമല്ല വരുന്നത്. ഓരോ സ്റ്റേറ്റ്മെൻറ്റിനും ഇടയിലാണ്. ഇനിഷ്യലൈസേഷൻ കഴിഞ്ഞ് സെമിക്കോളൻ, കണ്ടീഷൻ കഴിഞ്ഞ് സെമിക്കോളൻ, ഐട്രേഷൻ. അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ലാസ്റ്റ് സെമിക്കോളൻ വരില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? Semicolon. What is the role of the semicolon in a for loop statement in C++? To separate the initialization, condition and increment or decrement expressions. Okay.